ഷവോമിയുടെ ഷവോമി സിവി 3 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഷവോമി സിവി 3 എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഷവോമി സിവി 3ൽ 6.55 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ വന്നേക്കാം. പിന്നെ ഇതിൽ അമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്തേക്കാം. പിന്നെ ഈ ഫോണിൽ പഞ്ചോൾ ഡിസൈൻ വരാനാണ് സാധ്യത. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. പിന്നെ ചിലപ്പം ഇതിൽ ഗൗഡായിട്ടുള്ള ഡിസ്പ്ലേയും വന്നേക്കാം. അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസ് ഇപ്പം പുറത്ത് വന്നിട്ടില്ല. പിന്നെ ഐഫോൺ 14 പ്രോ സീരീസിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഡൈനാമിക് ഐലൻഡ് എന്നുള്ള ഫീച്ചർ. അതായത് നോച്ചിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഫീച്ചർ. അതുപോലുള്ളൊരു ഫീച്ചർ ഈ ഒരു ഫോണിലും വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ഫോണിൽ മിക്കവാറും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ആയിരിക്കും വരിക. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. mediatek dimensity 8200 അൾട്ര എന്ന പ്രോസസ്സറായിരിക്കും ഇതിൽ വരിക. ഇത് mediatek dimensity 8200 എന്ന പ്രോസസ്സറിൻ്റെ ഒരു ഓവർ ക്ലോക്ക് ചെയ്തിട്ടുള്ള വെർഷനാണ്. അപ്പം ഈ ഒരു ഓവർ ക്ലോക്ക് ചെയ്തിട്ടുള്ള വെർഷനായിരിക്കും ഈ ഒരു ഫോണിൽ വരിക എന്നാണ് റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. പിന്നെ ഇതിൽ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ആൻഡ്രോയിഡ് 13 ബേസ് ചെയ്തിട്ടുള്ള MIUI സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ വരുന്നതായിരിക്കും. ഇത് സോണി IMX 800 സെൻസർ ആയിരിക്കും. ഇത് അത്യാവശ്യം നല്ലൊരു സെൻസറാണ്. അപ്പോൾ നല്ലൊരു ക്യാമറ പെർഫോമൻസ് ഒക്കെ ഇതിൽ കിട്ടേണ്ടതാണ്. പിന്നെ ഇതിൽ വോയിസ് എന്നുള്ള ഫീച്ചറും വന്നേക്കാം. ബാക്കി സെൻസേഴ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും മിക്കവാറും ഒന്ന് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ആയിരിക്കും. അതും അത്യാവശ്യം നല്ലൊരു റെസൊല്യൂഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. 13 മെഗാ പിക്സലോ അല്ലെങ്കിൽ 20 മെഗാ പിക്സലോ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഫോണിൽ ഒരു മാക്രോ ലെൻസും ചിലപ്പം വന്നേക്കാം. ഇനി സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ 32 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറയും വന്നേക്കാം. പിന്നെ ഷവോമി സിവി സീരീസ് എന്ന് പറയുന്നത് പൊതുവേ ഡിസൈൻ അതുപോലെ തന്നെ ക്യാമറ ഒക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ള സീരീസാണ്. അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ലൊരു ക്യാമറ പെർഫോമൻസും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ 4500 mAh ബാറ്ററി വന്നേക്കാം. 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ വന്നേക്കാം. അപ്പോൾ അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ആദ്യം ചൈനീസ് മാർക്കറ്റിലായിരിക്കും ലോഞ്ച് ചെയ്യുക. ഇന്ത്യൻ മാർക്കറ്റിൽ ആദ്യം ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഇല്ല. ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും അടുത്ത് തന്നെ ഈ ഫോൺ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നത് വെച്ചാൽ ഇതേ പേരിൽ ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ മിക്കവാറും ലോഞ്ച് ചെയ്യില്ല. ചിലപ്പോൾ ഈ ഫോൺ ലോഞ്ച് ചെയ്യുള്ളൂ. ഇനി അഥവാ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു പേരിലായിരിക്കില്ല ഈ ഫോൺ ലോഞ്ച് ചെയ്യുക. മിക്കവാറും വേറൊരു പേരിലായിരിക്കും ലോഞ്ച് ചെയ്യുക. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസ് ഒന്നുമില്ല. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. എന്നാൽ നമ്മുടെ എക്സ്പെക്ടേഷനും കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ ചിലപ്പം ഒരു 30,000-35,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ലോഞ്ച് ചെയ്തേക്കാം. കൺഫർമേഷൻസ് ഇല്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഷവോമിയുടെ ഷവോമി സിവി 3 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.